വീണ്ടും ഞങ്ങൾ എവിടെ പോവാ കേശു? ഹലോ ഹായ്. അപ്പോൾ ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. നമ്മൾ പതിവ് പോലെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എല്ലാവരെയും കൊണ്ടും വെയിറ്റിംഗ് തന്നെയാണ്. നോക്കിയടാ. അങ്ങനെ നമ്മുടെ ബസ് കിട്ടി. ഭാഗ്യത്തിന് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ വേറെ, അതായത് അടൂരും മെയിൻ SM-ലായിരുന്നു നമ്മൾ തുണി എടുക്കാൻ പോകുന്നത്. അപ്പം അനിയത്തിക്ക് ഇവിടെ കാല് കാണിക്കണം, സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കണമായിരുന്നു. അതിന് നമ്മൾ കൃഷ്ണാമ്പലത്തിൻ്റെ അടുത്ത്, ഇത് കൃഷ്ണാമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള കുളമൊക്കെയാണ്, അടിപൊളിയാണ്. ഇവിടെ നടുക്കൊരു കുഞ്ഞി കൃഷ്ണനൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി ഇപ്പുറത്തെ സൈഡിൽ ഇറങ്ങി. അതുമല്ല, നമ്മളിവിടെ ഇറങ്ങിയപ്പം അതായത് നമ്മുടെ SM-ലോട്ട് പോകുന്ന മെയിൻ ജംഗ്ഷനിൽ എന്തോ സമ്മേളനമൊക്കെ നടക്കുമായിരുന്നു. ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഓട്ടോയ്ക്കകത്ത് കയറി ദേണ്ട SM-ലെത്തി. എന്തോ പൊക്കോ കറിക്കും. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ടോപ്പിൻ്റെയൊക്കെ സെക്ഷനിൽ വന്നു. ഇവിടെ കുഞ്ഞുങ്ങളുടെയും എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുവാണ്. കാരണം വിഷുവിൻ്റെ ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. പക്ഷേ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ചില സമയത്ത് നമ്മൾ എടുക്കണ്ടെന്നും പറഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് കിട്ടുകയും ചെയ്യും. അതാണ് SM-ൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പച്ച എനിക്ക് ഈ പച്ച ഇഷ്ടപ്പെട്ടു. പക്ഷേ പച്ചയുടെ വേറൊരു കളറും ഇല്ല. അതുകൊണ്ട് ഞാൻ ആ പച്ച എനിക്ക് അങ്ങോട്ട് ചേരാത്തത് പോലുള്ള എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അത് എടുത്തു. പിന്നെ ഞങ്ങൾ നേരത്തെ സെറ്റോടുള്ളടുത്താണ് വന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സെറ്റോടുള്ളത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്ലൂ കളറിൽ എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ടോപ്പ്, അതിന് ഷോളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെടുത്തു. നമുക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസിൻ്റെ എല്ലാം നല്ലതൊക്കെ ആദ്യം വന്നവരൊക്കെ എടുത്തുകൊണ്ട് പോയി. കാരണം വിഷു അല്ലേ, നമ്മൾ താമസിച്ചല്ലേ വന്നത്. പിന്നെ ഈ പച്ച കളറിലെ ഫ്രോക്ക് നമ്മൾ മഹാലക്ഷ്മിക്ക് നോക്കി, പക്ഷേ വേണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ അത് എടുത്തില്ല. ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്കൂടെ ഇവന്മാർ കിടന്ന് വരവുമായിരുന്നു അവിടെ. എല്ലാവരെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. പിന്നെ തിരക്കും ഒന്നും പറ്റില്ല. ആദ്യം ഞങ്ങളിത് എടുക്കുമോ വേണോ വേണ്ട, ഞാൻ പറഞ്ഞു കൊള്ളാടി, അവൾ പറഞ്ഞു വേണ്ട. പിന്നെ അതെടുത്തില്ല. പിന്നെ ഉള്ളതൊക്കെ പറക്കി കെട്ടി നമ്മൾ നേരെ ഇനി സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ്. ഇനി അവിടെ എന്താണെന്നും അവസ്ഥയെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. അങ്ങനെ സ്റ്റുഡിയോയിലെത്തി. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ ഇല്ലായിരുന്നു, പക്ഷേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അമ്മയ്ക്ക് ലിഫ്റ്റ് പേടിയായതുകൊണ്ട് നമ്മുടെ സ്റ്റെപ്പൊക്കെ വലിഞ്ഞ് കയറി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇവിടെ ടോപ്പെല്ലാം അടുക്കി അവർ വെച്ചേക്കുവാണ് അവരവരുടെ രീതിയിൽ. പക്ഷേ ഇവിടെ നല്ല നീറ്റായിട്ട് അടുക്കി വെച്ചു. പക്ഷെ അവർ കുറച്ച് കളക്ഷനേ ഉള്ളൂ കേട്ടോ. അടൂരാണ് ഞാൻ പോയിട്ടുള്ള സ്റ്റുഡിയോയിൽ. ഇവിടെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. ഉള്ളതെല്ലാം നല്ലത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന കളക്ഷൻസും ഒരുവിധപ്പെട്ടതെല്ലാം എൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ടേസ്റ്റ് ആയിരിക്കത്തില്ലല്ലോ അവളുടെ ടേസ്റ്റ്. ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്ത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു പാൻറ്റ് നോക്കി, പക്ഷേ ഞാൻ അതങ്ങോട്ട് എടുത്തില്ല. പിന്നെ എനിക്ക് ജീൻസിൻ്റെ കൂടെ ഇടാനൊരു ടോപ്പ് വേണമായിരുന്നു. ഞാൻ അതിന് താഴെ ചെന്നിട്ട് നോക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ ഓടിക്കളി തന്നെയാണ്. അവളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക എന്ത് കിട്ടും. അവൾക്ക് ഈ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ലാർജായിരുന്നു, മീഡിയം ആയിരുന്നു, അതിൻ്റെ XL-ഇല്ല. അപ്പം അതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ ലാർജ് കാണത്തില്ല, XL അതാണ്. പിന്നെ അവന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് തുണിയെടുത്തു. നമ്മുടെ മഹാലക്ഷ്മിക്ക് അടിപൊളി കിട്ടി. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിക്കാൻ വേണ്ടി ഇതുകൊണ്ട് അവളവിടെ നിൽപ്പുണ്ട്. ഞാൻ ഓൾറെഡി ബില്ല് അടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ജീൻസിൻ്റെ ടോപ്പ് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് 2-3 എണ്ണമൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ ഇത്രേ എടുത്തുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇപ്പം അവന്മാരൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേറൊരു ദിവസം വരാനായിട്ട് മാറ്റി വെച്ചേക്കാണ്. പിന്നെ തൽക്കാലം കൈ കിട്ടിയതെല്ലാം വാരിപ്പറക്കി എടുത്തുകൊണ്ട് നമ്മൾ ഒത്തിരി രാത്രിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലോട്ട് പോകണം. അതിനു മുമ്പ് നമുക്ക് ഫുഡ് വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഫുഡ് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കട തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ അറേബ്യൻ ഡ്രീംസിൽ വന്ന് കയറി.
ഫുഡ് ഇവിടുത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. സ്വിഗ്ഗിയിലൊക്കെ കിടപ്പുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടില്ല. നമുക്ക് എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. മഹാ മഹാ കേശു എന്താ കഴിക്കാൻ വന്നിരിക്കുക? കേശു എന്താ കഴിക്കാനിരിക്കുക? ഉണ്ടയാണോ കഴിക്കുന്നത്? പറയടാ എന്താ പറയടാ എന്താ കഴിക്കാൻ പോവാ? എന്താ എന്നെ കുറെ മുട്ട തരാം. അപ്പം നമ്മൾ കാത്തിരുന്ന സംഭവം റെഡിയായി വന്നപ്പോഴേ സെറ്റ്. കൊള്ളത്തില്ലെന്ന് ഞങ്ങൾക്ക് കണ്ടപ്പോഴേ തോന്നി കേട്ടോ. റൈസ് വെന്തളിഞ്ഞു പോയി, കട്ടക്കട്ടയായിട്ടായിരുന്നു കിടക്കുന്നത്. അതായത് രാവിലെ അങ്ങാണ്ട് വെച്ച റൈസാണെന്ന് തോന്നുന്നു. ഇത് കഴിച്ചപ്പോൾ എനിക്ക്, പക്ഷേ ഇവിടെ ബംഗാളികളൊന്നും അല്ല, മലയാളികൾ തന്നെയാണ് നിൽക്കുന്നത്. ഞാനത് പറയുമായിരുന്നു അവരോട്. മറ്റേ നെയ്ച്ചോറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ് നല്ലതാണ്, കുഴപ്പമില്ല, കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അൽഫാം കുഴപ്പമില്ലായിരുന്നു, ഒരു 50% ഒക്കെ ആയിരുന്നു. കഴിച്ചില്ല കേട്ടോ. പിന്നെ ആകെപ്പാടെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈം ജ്യൂസ് ഫ്രഷ് ലൈമും നല്ലതായിരുന്നു. അമ്മയ്ക്കൊരു അൽഫാം എക്സ്ട്രയും കൂടെ പറഞ്ഞു കൊടുത്തു. പിന്നെ ലാസ്റ്റ് ചിക്കനൊന്നും ആർക്കും കഴിക്കാം, എല്ലാവരും വെച്ചിട്ട് പോയി. പിന്നെ ചിക്കനെങ്കിലും നമ്മൾ കൊടുത്ത പൈസക്കെങ്കിലും മുതലാവണ്ടേന്ന് വിചാരിച്ച് ചിക്കൻ ഞാൻ കടിച്ച് പറിച്ച്. ഇത്രയും റൈസ് ബാലൻസ് ആവും. ഇതിന് ഞങ്ങൾ ഹാഫാണ് പറഞ്ഞത്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ബാലൻസ് പോലും വരത്തില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും ബാലൻസായി, ഭയങ്കര വിഷമായി. അതോ പൈസ 500 രൂപ കറക്റ്റ് 500 രൂപ പോയി. അതിനുള്ള അത്രയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ഫ്രഷ് ലൈം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ രാത്രി നമ്മൾ ബസ്സിനകത്ത്